കുഞ്ഞുമോനെ ഇതിന്റെ ഒരു വിസ്തീർണം ഒന്ന് തന്നാണ് നിങ്ങൾ. ഇത് കാലിക്കറ്റ് എയർപോർട്ടിലെ വിമാനത്തിന്റെ ഡയറക്ഷൻ നോക്കുന്നൊരു മെഷീനാണ്. അപ്പൊ ഇത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സാധനമാണ്. അപ്പൊ ഇത് നന്നാക്കാൻ കമ്പനി കഴിയാത്തോണ്ടേ, എയർപോർട്ട് അതോറിറ്റി കഴിയാത്തോണ്ട് പിന്നെ ഏൽപ്പിച്ചതാണ്. അപ്പൊ ഇതിന്റെ സ്പെയർ പാർട്സ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പൊ ആ സ്പെയർ പാർട്സ് ഡാമേജ് ആയ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ് സാധനം വർക്കിംഗ് കണ്ടീഷൻ ആക്കി ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ 2 ദിവസം കൂടെ വർക്കിംഗ് ട്രയലിൽ ഇടണം. എന്നിട്ട് എയർപോർട്ട് അതോറിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ ഇത് കമ്പനിക്കാർ നന്നാക്കാൻ കഴിയാത്തോണ്ട് ഇതിന്റെ സ്പെയർ ഒക്കെ നഷ്ടപ്പെടുന്നു. പഴയ മോഡൽ സാധനം ആയതുകൊണ്ട് ഇതിന്റെ സ്പെയർ ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ആ നഷ്ടപ്പെട്ട സാധനമൊക്കെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി ഫുൾ പ്രവർത്തനമാക്കി. അപ്പൊ ഈ 2 ലൈറ്റർ ഇതാണ് എയർപോർട്ടിന്റെ ഡയറക്ഷൻ, ഫ്ലൈറ്റിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്ന സാധനം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരത്തുനിന്നാണെങ്കിലും ഫ്ലൈറ്റ് ഇത് കണ്ടിട്ടാണ് ഡയറക്ഷനിൽ വരിക. അപ്പൊ ഇത് ഇന്റർനെറ്റ് സാധനമാണ്. അതിപ്പോ നമ്മൾ ഇവിടെ തന്നെ നമ്മളായിട്ടുള്ള ഡിസൈൻ അനുസരിച്ച് നമ്മൾ ഇവിടെ തന്നെ ശരിയാക്കി എടുത്തു. ഇതിപ്പോ 100% പെർഫെക്റ്റ് ആയി. ഇതിന് 2 ലൈറ്റാണ് ഇപ്പോൾ വർക്ക് ചെയ്ത് നോക്കുന്നത്. ഇപ്പൊ ബൈ ചാൻസ് 2 അങ്ങനെ പീസായി കഴിഞ്ഞാൽ ഒരു ചാനൽ വർക്ക് ചെയ്യാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് 2ാമത്തെ ചാനലിലേക്ക് മാറും. കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ട്രയൽ ഇട്ടുകൊടുക്കണം. അപ്പൊ ഞാൻ ഇന്ന് എയർപോർട്ട് ഡയറക്ടർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ചെയ്യുന്നുണ്ട്. ഇതിനിപ്പോ വേണമെങ്കിൽ പുതിയ സാധനം ഇതേ ഡിസൈനിൽ ഇതിലേറെ മോഡേൺ ടെക്നോളജി ഞാൻ ഉണ്ടാക്കി കൊടുക്കാനും തയ്യാറാണ്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. വെരി ഗുഡ്. അതാണ് ഇതിന്റെ പരിപാടി. ഞാൻ എയർപോർട്ട് ഡയറക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ടെക്നോളജി അനുസരിച്ച് പുതിയ നമ്മൾ ഉണ്ടാക്കി തരാന്നുള്ള ലെറ്ററും കൊടുത്തിട്ടുണ്ട്. എയർപോർട്ട് ഡയറക്ടർ ഭയങ്കര താല്പര്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്.